സാർ ഇങ്ങനെ ഒരു പടിയിലിരിക്കുമ്പോൾ മഹാരാജാസ് ഓർമ്മ വരുന്നുണ്ടോ? എൻ്റെ MA ക്ലാസ്സിന് PA ക്ലാസ്സിന് തൊട്ട് സൈഡിലാണ് ലൈബ്രറിയുടെ മുകളിൽ നിന്നുള്ള കുണിപ്പടി ഇറങ്ങി വരുന്നത്. ഞങ്ങളുടെ ഫേവറേറ്റ് ഹോൺ പ്ലേസ് ആണ് അവിടെ സ്റ്റെപ്പും ഇരിക്കാതെ. എമർജൻസി പീരീഡ് മഹാരാജ് എങ്ങനെയായിരുന്നു ആ കാലഘട്ടം? അന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇനി ജനാധിപത്യം തിരിച്ചു വരില്ല, അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചുള്ള സമരം വഴിയുള്ളൂ. അങ്ങനെ കുറച്ച് സമരമൊക്കെ നടത്തി. ഏതാണ്ടൊരു 50-ൽ പരം, അതെ, ഒരു 50-ൽ പരം വിദ്യാർത്ഥികളെ മൃഗീയമായ തല്ലുകൊണ്ടു. സാറിന് കിട്ടിയോ? എന്നെ അറസ്റ്റ് ചെയ്യാൻ ഒത്തിരി വൈകി. ആണോ? കാരണം എൻ്റെ മീശയും പിടിച്ച് കളഞ്ഞ് കണ്ണട എടുത്ത് മാറ്റി എൻ്റെ വീട്ടിൽ പോലും തിരിച്ചറിയില്ല. അപ്പോൾ അവർക്ക് അറിയാം ഇങ്ങനെ ഒരാൾ ഇവിടെ നടപ്പുണ്ടെന്നുള്ളത്. ഒരു ദിവസം ഞാൻ എൻ്റെ കടയുടെ അവിടെ ചെന്നിട്ട് വീട്ടിൽ കൊട്ടപ്പുറത്ത് അവിടെ മുറുക്കാൻ എൻ്റെ ഒരു മുറുക്കാൻ മേടിച്ച്, അപ്പോൾ സംശയം തോന്നി, മുറുക്കണ്ടല്ലോ, വിളിച്ച് ഐസക്കെന്ന് തിരിഞ്ഞു ഒരടി. അന്ന് അടി കിട്ടി, അറസ്റ്റ് ചെയ്ത് എറണാകുളത്ത് കൊണ്ടുപോയി. പക്ഷേ ചില ആളുകളൊക്കെ ഇടപെട്ട് വലിയ തല്ലിൽ നിന്നൊക്കെ എന്നെ ഒഴിവാക്കി. എൻ്റെ കോളേജിൽ തന്നെ അവിടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ ചിലരൊക്കെ ഇടപെട്ട്. ആ കാലത്തെ ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലേ മമ്മൂട്ടി? ക്ലാസ്മേറ്റ് അല്ലേ, കോളേജ് മേറ്റ് ആയിരുന്നു. നിങ്ങൾ അന്ന് കാണാൻ വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓ, മമ്മൂട്ടി അന്ന് ഒരു കഥാപാത്രമാണ്. ചുറ്റുപാട് ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഒന്നും വേറെ ഒരു ലൈനാണെങ്കിലും ഇവരോടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുകയാണ്. കാരണം കോളേജിൽ ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ്, നാടകങ്ങളും മറ്റുമൊക്കെ, അപ്പം അതിലൊക്കെ ഒരു സംഘാടകനായിട്ട് നിൽക്കുന്നു. അപ്പം മമ്മൂട്ടിയും ഒക്കെ ആയിട്ട് ആ രീതിയിലുള്ള അന്നേ ബന്ധങ്ങളുണ്ട്. അതിനുശേഷം ഇപ്പോഴും കാണാറുണ്ടോ? നിശ്ചയമായിട്ടും. അപ്പോൾ മമ്മൂട്ടി ഇപ്പോൾ കലയുടെ ചെയർമാനായതുകൊണ്ട് ഞാൻ ഡയറക്ടറായിരുന്നു, ഞങ്ങൾ അനിവാര്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുന്നത്. അന്ന് കാലത്തിലെ മറ്റുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു? ഒരുപാട്. എനിക്കുണ്ടായിരുന്ന ഒരു സുഹൃത്തുക്കൾ വളരെ അപൂർവമായിരുന്നു. എനിക്ക് ഹോസ്റ്റലും മുറിയൊന്നും ഉണ്ടായിരുന്നില്ല 4 വർഷത്തോളം. ഞാൻ മാറി മാറി ആരുടെങ്കിലും വീട്ടിൽ പോയി താമസിക്കും. അതായിരുന്നു SFIയിലേക്കൊക്കെ ആളുകളെ എടുക്കാനുള്ളൊരു മാർഗം. നമ്മൾ ഒരു വീട്ടിൽ പോയി വൈകുന്നേരം കഴിച്ചു വിട്ടുകയും ഒന്നോടെ താമസിക്കുകയും വർത്തമാനം പറയും, മാതാപിതാക്കളോടൊക്കെ വർത്തമാനം പറയുമ്പോൾ ഈ ആൾക്ക് മക്കളിങ്ങനെ പോകുന്നില്ല, പേടി ഉണ്ടാവില്ല. ഇയാളുടെ ഫോണിലോ പോണത്. അപ്പം ഇവനൊന്ന് ഉപദേശിക്കണം. കാരണം ഞാൻ ഏത് വീട്ടിൽ പോയാലും രാത്രി ഒരുപാട് നേരം ഇരട്ടുന്നവരെ അത് വായിക്കും. അന്ന് വായന ഒഴിവാക്കാൻ പറ്റാത്ത. അപ്പം മാതാപിതാക്കളെ കാണുമല്ലോ. അപ്പോൾ അവർ പറയും ഇവനൊന്ന് ഉപദേശിക്കും, വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. സോ ഒരുപാട് വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു. അന്ന് കാലത്തുള്ള ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ ഈ സമരത്തിലൊക്കെ പോകുന്നതുകൊണ്ടൊക്കെ ക്ലാസ് അറ്റൻഡൻസും പ്രശ്നങ്ങളും ഈ പരീക്ഷയ്ക്ക് പഠിക്കാന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവാറില്ലേ? എനിക്ക് ചെറിയ മോശത്തിൽ എൻ്റെ വിദ്യാഭ്യാസത്തിലുള്ളത് മഹാരാജ് ഒരുപാട് വായിക്കുമായിരുന്നു. പക്ഷെ ഈ നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ ആഴത്തിൽ പോകുമായിരുന്നില്ല. അത് യഥാർത്ഥം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് വന്നതിന് ശേഷമാണ്. ഇവിടെ പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പഠന രീതി വളരെ രസമായിരുന്നു. പരീക്ഷയ്ക്ക് ഒരു 3 മാസം മുമ്പ് ഞാൻ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു, ബാംഗ്ലൂരോ എവിടെയെങ്കിലും പോയി മുറിയെടുക്കും. മുറിയെടുത്ത് കഴിഞ്ഞാൽ മുറിയുടെ സീലിങ്ങും വാളും ഒക്കെ പോസ്റ്റർ കൊണ്ട് നടക്കും. ഓരോ പേപ്പറിൻ്റെയും പ്രധാനപ്പെട്ട ഡേറ്റ, ഹിസ്റ്ററി ആണെങ്കിൽ ഇയേഴ്സ്, സംഭവങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫോർമുലാസ് ഒക്കെ ഇത് ദിവസം രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോൾ 1 മണിക്കൂർ നേരം ഒരൊറ്റ മുതൽ വായിച്ച് ഒരേ ചിട്ടയിലാണ് വായിക്കുക. ആദ്യം സൈഡ് മറ്റേ സൈഡും പിന്നെ മുകളിൽ അങ്ങനെ വായിക്കും. നേരം വെളുത്ത് എഴുന്നേറ്റാലും ആദ്യം ലൈറ്റിട്ട് കിടന്നിട്ടതാണ്. നിങ്ങൾ 3 മാസം ഇങ്ങനെ വായിക്കുമോ? ഇതിൻ്റെ ഇമേജ് വരും, നിങ്ങൾക്ക് നമ്പർ, ആ നമ്പർ കഴിഞ്ഞാൽ ഇതാണ്, ഇത് കഴിഞ്ഞാൽ ആ നമ്പറാണെന്ന്. നമുക്ക് ചിലപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ നാക്കിൻ്റെ തുമ്പത്താണ്, പറഞ്ഞുതരാമോ? പക്ഷെ അവിടെ ചെന്നാൽ അറിയാം ഇങ്ങനെ പോകണം. ഇമേജാണ് തലയിൽ ഇരിക്കുന്നത്, ആശയമായിട്ടില്ല. അപ്പോൾ ഈ ഡേറ്റ സംഭവങ്ങൾ, ഇയേഴ്സ്, ഇതൊക്കെ അവർ ഇമേജായിട്ട് തലയിൽ വരും. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാനിരിക്കുമ്പോഴത്തേനും എനിക്ക് ഉറപ്പാണ് നമ്മുടെ പരീക്ഷ പേപ്പർ നോക്കുന്നവർ ഇത്രയും കണക്കൊക്കെ ഇങ്ങനെ എഴുതിയാൽ എവിടെന്തെങ്കിലും കോപ്പി അടിച്ചതാവും എന്ന് ചിന്തിക്കുമെന്ന്. അങ്ങനെയുള്ള ചില രീതികളൊക്കെയാണ് അവലംബിച്ചിരുന്നത്. ദാറ്റ് ഈസ് നോട്ട് അക്കാഡമിക്.
നിങ്ങൾ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്നുണ്ടാവും, ബട്ട് യു ഡോണ്ട് ഇൻഡെപ്തായിട്ട വിഷയം പഠിക്കുന്നില്ല. അന്ന് റോൾ മോഡൽ EMS തന്നെയായിരുന്നു. നിശ്ചയമായിട്ട് ഞാൻ ആദ്യമായിട്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ EMSന്റെ അടുത്ത് പോയി ചോദിച്ചു, ഞാൻ രാജിവെച്ച് മുഴുവൻ സമയമാവട്ടെ. EMS പറഞ്ഞു വേണ്ട. പിന്നീട് വളരെ നാൾക്ക് ശേഷമാണ് ഞാൻ MLA ആയപ്പോഴാണ് ജോലി രാജിവെച്ചത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ജോലി ഉണ്ടായിരുന്ന ഏക വ്യക്തി ഞാനാണ് ഇതുവരെയുള്ള ചരിത്രത്തിൽ.